പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ പിതാവേ, ത്രിയേക ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഞങ്ങൾക്കൊരു ദിവസം കൂടി ദാനമായി തന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ഇന്നേ ദിവസം ഞങ്ങളെയും ഞങ്ങൾക്കുള്ള എല്ലാവരെയും അവിടുത്തെ കൃപയാൽ പൊതിഞ്ഞിരിക്കുന്നതിനെ ഓർത്ത് സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായതൊക്കെയും തന്ന് അനുഗ്രഹിച്ച കൃപയ്ക്കായി നന്ദിയോടുകൂടി സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് നല്ല കാലാവസ്ഥ തന്നിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെ ആപത്തിൽ നിന്ന്, അപകടങ്ങളിൽ നിന്നെല്ലാം സംരക്ഷിച്ചതിനെ ഓർത്ത് സ്തുതിക്കുന്നപ്പാ. വീണ്ടും ഞങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവിനാൽ സംരക്ഷണം നൽകി ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. നാഥാ, ഈ കരുണയുടെ സമയം ഞങ്ങൾ തിരുസഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. മാർപ്പാപ്പയെയും കർദിനാൾമാരെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും ദൈവവേലയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നവരെയും അങ്ങേ പക്കൽ സമർപ്പിക്കുന്നു. അവരുടെ മേൽ കരുണ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ പൊതിയണമേ. സ്വർഗീയ കൃപകളാലും സ്വർഗീയ ജ്ഞാനത്താലും അവരെ നിറയ്ക്കണമേ. അശുദ്ധാത്മാക്കൾ അവരെ തൊടുവാനിടയാക്കാതെ വണ്ണം അവിടുന്ന് പരിപാലിക്കണമേ. ഈ കരുണയുടെ സമയം ദൈവമേ, അങ്ങേ അറിയുന്ന ഓരോ കുടുംബങ്ങളെയും ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും കർത്താവിൻ്റെ പക്കൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. അവിടുത്തെ കരുണ ഞങ്ങളുടെ മേൽ നിറയ്ക്കണമേ. ഈശോയെ, അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. അപ്പാ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും ഈശോയെ അവിടുത്തെ കരുണ കൊണ്ട് നിറയ്ക്കണമേ. ഇന്നത്തെ തിരുവചനം വായിക്കുവാൻ ധ്യാനിച്ചെടുത്തപ്പോൾ കിട്ടിയ തിരുവചന ഭാഗം റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും 13-ാം അധ്യായമാണ്. 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. എല്ലാ വാക്യങ്ങളും നമ്മെ സ്പർശിക്കുന്നവയാണ്. എന്നാൽ എന്നെ കൂടുതലായി സ്പർശിച്ചത് 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവായ യേശുനാഥ, ഞങ്ങളെ ഓരോരുത്തരെയും പ്രകാശത്തിൻ്റെ മക്കളാക്കി നടത്തണം. പ്രകാശമാകുന്ന അങ്ങിൽ ചേർന്ന് ജീവിപ്പാൻ എൻ്റെ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അപ്പോൾ ഓരോ മക്കളിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് കവിഞ്ഞ് ജീവിക്കുന്ന മക്കളായിരിക്കാൻ എൻ്റെ ഈശോ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കുന്ന മക്കളായി ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. കർത്താവായ യേശുവേ, ഇരുട്ടിനെ കൂട്ടുപിടിക്കാതെ വണ്ണം പ്രകാശമാകുന്ന യേശുവിനെ കൂടുതൽ അറിഞ്ഞ് ജീവിപ്പാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, അവിടുത്തെ പ്രകാശത്തെക്കുറിച്ച് ഞങ്ങൾക്ക് കേൾപ്പാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മാനവും മഹത്വവും അവിടുന്ന് എടുക്കണം. സർവ്വതും യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കേൾക്കുമാറാകണമേ. ആമേൻ.